ഒരു പുരോഹിതന്റെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റും ഇങ്ങനെയുള്ള പ്രതികരണമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനോട് പ്രതികരിച്ചു എന്നുള്ളത് തെറ്റാണ്. ഞാനൊരു പഴയ കോൾ വെച്ചിട്ടുണ്ട് കൃത്യസമയത്ത് അതിനോട് പ്രതികരിക്കേണ്ടത് വിവരദോഷി എന്ന് വിളിച്ചാണോ ബഹുമാന്യനായ പ്രതിപക്ഷ തോന്നിയ പോലെ ചെയ്യണം. അതാണ് പോളിടെക്നിക്. അതേതോ രാഷ്ട്രീയം അന്തസ് വേണോടാ അന്തസ്. പിണറായി പാർട്ടി സെക്രട്ടറി അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സഭയുടെ പ്രധാനപ്പെട്ട ഒരു വൈദികനെ വിവരദോഷി എന്ന് അധിക്ഷേപിച്ചാണ് അതിനോട് പ്രതികരിക്കേണ്ടത്. മനുഷ്യനല്ലേ? ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പൊ പഴയതുപോലെ ജയിലിൽ കിടക്കലും സ്വാതന്ത്ര്യം വാങ്ങലൊന്നും അല്ല. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. തലയ്ക്ക് വല്ല ഓളമുണ്ടോ? നീളമുള്ളതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. പോസ്റ്റ് പറയുന്നു, സാമ്പത്തിക നയങ്ങളെ പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, വളരെ മോശമായ പോലീസ് നയങ്ങൾ, മാധ്യമവേട്ട, സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ നടന്ന അഴിമതികൾ, പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ, SFIയുടെ അക്രമാസക്ത രാഷ്ട്രീയം, വിമർശനങ്ങളുടെ അസഹിഷ്ണുത, മതസാമുദായിക സംഘടനകളെ അതിരുവിട്ട് പീഡിപ്പിക്കാനുള്ള നീക്കങ്ങൾ, വലതുവൽക്കരണ നയങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങൾ ഈ തോൽവിക്ക് നിദാനമാണ്. ആളുകളെ പറ്റിക്കാനുള്ള ഏർപ്പാട്. നാട്ടുകാരും വെറും മണ്ടന്മാരല്ലേടാ. പൈസക്ക് ടൈറ്റ് വരുമ്പോ നമുക്ക് ഇഷ്ടം പോലെ കത്തിക്കാം, പറ്റിക്കാം. പൊട്ടന്മാർക്ക് മനസ്സിലാവില്ലേ? ഇവിടുന്ന് ഔട്ടായോ? അല്ലെങ്കിൽ തന്നെ മനുഷ്യ കത്ത് പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് താഴെ വരുന്നുണ്ട്. എന്താണ് ഈ പറയുന്ന പ്രളയവും മഹാമാരികൾ എപ്പോഴും രക്ഷക്കെത്തണമെന്നില്ല, കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനം വീഴില്ല. ശരി, നിങ്ങൾക്ക് ഈ പറയുന്ന കിറ്റ് രാഷ്ട്രീയത്തിൽ ജനം വീണില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ക്രിസംഖ്യയായോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഞാനൊരു എടുത്തുകാട്ടക്കാരനും പക്വതയില്ലാത്തവനുമാണെന്ന്. എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഇനി നിങ്ങൾ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ. ക്രിസംഖ്യ എന്ന് ഞങ്ങൾ പറഞ്ഞോ? അല്ല, ആ ചാപ്പയ്ക്കുള്ള സമയം ചോദിക്കുക. സാധാരണ നിങ്ങളുടെ പണി അതാണല്ലോ സാർ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. ഈ ചാപ്പയടിച്ച് കൊടുക്കലാണല്ലോ നിങ്ങളുടെ പണി. നിങ്ങളുടെ പണി അല്ല. ഞങ്ങളുടെ പണി തീരുമാനിക്കുക നിങ്ങളാണോ? ഞങ്ങളുടെ പണി അങ്ങനെയാണ്. നിങ്ങൾക്കൊക്കെ എന്തൊക്കെ അടിച്ചു തരണോ അശ്മി? ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടി ചില അടവ് നയങ്ങൾ സ്വീകരിക്കാറുണ്ട്. എന്തൊക്കെ അടിച്ചു തന്നിട്ടുണ്ട്? ഔദാര്യം പറയല്ലേ? അയ്യോ, ഔദാര്യം പറയല്ലേ? നിങ്ങൾ ഔദാര്യം പറയല്ലേ? ചാപ്പയടിച്ച് കിട്ടിയിട്ടുള്ളതാ പറയുന്നേ. ഒരു സൈബർ ആചാരനുണ്ട് പണ്ട് സാർ. നിങ്ങളുടെ ഒരു സൈബർ ആചാരനുണ്ട്. അയാൾ പണ്ട് കോൺഗ്രസിലായിരുന്നു, ഇന്നിപ്പോ CPM-ലാണ്. നാളെ അയാൾ വേണമെങ്കിൽ BJP-യിലേക്ക് വന്ന ആചാര്യൻ. ചാപ്പ കിട്ടിയിട്ടുണ്ട്. ആശ്മിയുടെ ആചാര്യനായിരിക്കും. താങ്കളുടെ ആചാരനാ, താങ്കളുടെ സൈബർ ആചാരനാ. ഞാനും ജപ്പാൻജിയും യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. ഒരു കാട്ടിൽ തന്നെ 2 സിംഹം വേണോ? 2 സിംഹം വേണ്ട, ഒരു സിംഹവും ഒരു മരപ്പട്ടിയാകാമല്ലോ. അതുകൊണ്ട് ചാപ്പയുടെ കഥ പറയല്ലേ? അത് നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ചാപ്പയുടെ കഥ പറയല്ലേ? അതുകൊണ്ട് അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ചാപ്പയുടെ കഥ പറയല്ലേ സാറേ? എന്റെ ആചാരം നിങ്ങളും തീരുമാനിക്കണ്ട ആശ്മി. നീ ഇങ്ങോട്ടും പറയണ്ട. നിന്റെ ആചാരനെ നിനക്ക് തീരുമാനിക്കാം, ഞങ്ങളുടെ ആചാരനെ നിനക്ക് തീരുമാനിക്കാം. ഭാഷ മാറിയുണ്ടോ? തെറ്റിന്റെ സീതും വാർഷിക പിരിവൊക്കെ ആയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടി വാങ്ങുമ്പോ മിനിമം ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും വേണം ജനങ്ങളോട് രാഷ്ട്രീയക്കാരന്. 24 മണിക്കൂറും രാഷ്ട്രീയക്കാരനായിട്ട് അഭിനയിക്കുമ്പോൾ 1 മിനിറ്റെങ്കിലും അന്തസ്സുള്ള രാഷ്ട്രീയക്കാരനായിട്ട് ജീവിക്കും. അത് നീ വേറെ ആരോടോ പറഞ്ഞാൽ മതി. ഭാഷ മാറിയതുകൊണ്ടോ? അത് ഞങ്ങളോട് പറയണ്ട സാറേ. ഭാഷ മാറിയതുകൊണ്ടോ? ഞങ്ങളുടെ ആചാരനെ തീരുമാനിക്കാൻ നിങ്ങൾ. ഭാഷ മാറിയതുകൊണ്ടോ? സാർ നിങ്ങളുടെ സൈബർ ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. സാർ, നീയെന്നൊക്കെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി. വസീഫെ, വ്യാജ അധ്യക്ഷൻ നീയെന്നൊക്കെ പാർട്ടി ഓഫീസിലും വീട്ടിൽ പോയി വിളിച്ചാൽ മതി. എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു. വീട്ടിൽ പോയി വിളിക്കട്ടോ. കൈ വെച്ചാൽ മതി. മുമ്പിൽ ഒരു വർത്താൻ പറയാൻ പറ്റില്ല. അത് ഞാൻ വീട്ടിൽ പോയി വിളിക്കണം. ആശ്മിയുടെ വീട്ടിൽ വന്ന് വിളിക്കണമെങ്കിൽ ആശ്മിയുടെ വീട്ടിൽ വിളിക്കും. ആശ്മി, അതിനൊന്നും ഒരു ഭയവും ഇല്ല. നിങ്ങൾ അത്രയും വേണോ സാർ? വേണം. ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല എന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ. എന്നെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.